അപ്പോൾ രണ്ടുപേരുടെയും പല്ല് കെട്ടിയിട്ടുള്ള ചിരി അങ്ങോട്ട് കണ്ടില്ലേ? വേറെ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ ഞാൻ നാട്ടിലേക്ക് 2 ദിവസത്തേക്ക് വന്നത് നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാൾ കാണാനായിരുന്നു. പിന്നെ പെരുന്നാളുകൾ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. എവിടെയൊക്കെ പെരുന്നാളുണ്ടെന്ന് തപ്പി നടക്കലായിരുന്നു എൻ്റെ പണി. തവണ പെരുന്നാൾ കളിക്കാനായിട്ട് നമ്മുടെ എസി വാവേനും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് കൊട്ട് കേൾക്കണ താമസം ആളങ്ങോട്ട് തുടങ്ങി. ഞങ്ങൾ അവിടെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടോ. ആ ടൈമിൽ തന്നെയായിരുന്നു അമ്പ് കയറുന്ന ടൈം. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അല്ല, തിരക്കില്ലെങ്കിൽ പിന്നെ എന്ത് പെരുന്നാളല്ലേ. അപ്പോൾ കുത്തി നുഴഞ്ഞ് ഒരു അരമണിക്കൂർ അങ്ങനെ തിരക്കിൽ പെട്ടിട്ടാട്ടോ കയറി വന്ന്. പിന്നെ നമ്മളവിടെ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് നേർച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് കടന്നു. സൺഡേസിൽ ഞങ്ങൾ ഈവനിങ് കുർബാന കാണാൻ വരുന്നത് പുത്തമ്പള്ളിക്കാട്ടോ. അപ്പോൾ അവിടെ പെരുന്നാളുണ്ടെങ്കിൽ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ 2 ദിവസത്തേക്ക് വേണ്ടി ചാടി പുറപ്പെട്ടതാട്ടോ ഇങ്ങോട്ട് ഞാൻ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് നടക്കുക. ഇതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വാങ്ങിക്കും. ഇതൊക്കെ എനിക്ക് കാണാൻ മാത്രമായിട്ട് ഇഷ്ടമുള്ളൂ. പെരുന്നാളൊക്കെ ആയിട്ട് എന്തെങ്കിലും പെരുന്നാളിൻ്റെ ഓർമ്മയ്ക്ക് വാങ്ങിക്കണ്ടേ. ഇതെല്ലാം നോക്കുന്നത് സെന്നെയാട്ടോ. ഇപ്പോൾ വേറെ ആൾക്ക് ഇതിൽ മിൽക്കായിരുന്നു. അങ്ങനെ ക്രിസ്മസ് അല്ലേന്ന് വെച്ച് ആൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ തന്നെ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിലെത്തേണ്ട താമസം എസി അതിനെ പൊട്ടിച്ച് ആ അപ്പൂപ്പനെ കാറ്റ് കളഞ്ഞെന്നേ. അങ്ങനെ നമ്മൾ തിരിച്ചു നടന്നു വരുന്ന ടൈമിലായിരുന്നു 11:30 ഈ ഒരു ജ്യൂസ് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനെല്ലാവരും അവിടെ കയറി ഗ്രേപ്പ് ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. നമ്മൾ തൃശ്ശൂരൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ കയറാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ത് കഴിച്ചാലും വാങ്ങിച്ചാലും ആദ്യം ഇയാൾക്ക് വേണം. അല്ലെങ്കിൽ പിന്നെ അവിടെ പിണങ്ങി വീണ് തലകറങ്ങി വീണിട്ടുള്ള പ്രകൃതികളൊക്കെ കാഴ്ചവെക്കും. അങ്ങനെ നമ്മളങ്ങോട്ട് തിരിച്ചു.